കേരളം പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. അന്തരീക്ഷവും അതിലേറെ ചൂടിലാണ്. കഴിഞ്ഞ 2 ടെന്നറായി ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭരണം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒരു ഭരണം തന്നെ സുദീർഘകാലം ഉണ്ടാവുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. കാരണം അധികാരം ദുഷിപ്പിക്കും, അധികാരികളെ ദുഷിപ്പിക്കും. പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാറ്റം നമുക്ക് എപ്പോഴും അനിവാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന ഭരണം ഇന്നവർ വാഴണം, ഇന്നവർ വീഴണം എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്, സാമാന്യ തത്വം പറഞ്ഞതാണ്. എന്നാൽ ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതായ കക്ഷികൾ വരികയും ജനാധിപത്യപരമായ രീതിയിൽ ഭരണം മുന്നോട്ട് പോവുകയും വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. ഡെമോക്രസി അല്ലാതെ വേറൊരു ഭരണം നമുക്ക്, വേറൊരു സംവിധാനം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. പക്ഷേ ജനാധിപത്യം, ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഏറ്റവും വലിയ ജനാധിപത്യം ആണെന്നാണ് നമ്മളൊക്കെ പറയുന്നത്. ശരിയാണ്. അവിടെ ജനാധിപത്യത്തിൽ ഒരു ഭരണകർത്താവ് അധികാരം കൊണ്ട് ഉന്മത്തനാവുമ്പോൾ ആ ഭരണാധികാരിയെ അതിന് ഇരയാക്കപ്പെട്ട രാഷ്ട്രങ്ങളൊന്നുമല്ല വിമർശിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അധീശത്വത്തെ ഭയക്കുകയോ അല്ലെങ്കിൽ നാളെ അവരുടെ കരങ്ങളാൽ നമ്മൾ ഇല്ലാതാക്കപ്പെടുമോ എന്ന ഭയം കൊണ്ട് വിഹലരായി ഇരിക്കുന്ന രാഷ്ട്രങ്ങളോ അവരുടെ ഗ്രോയിങ് ആംബിഷനെ ഏത് വിധേനയും ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും മിണ്ടാതിരിക്കുന്ന രാഷ്ട്രങ്ങളാണ് കൂടുതൽ തന്നെ. അത്തരം രാഷ്ട്രങ്ങളിപ്പോൾ വെനിൻസുലയുടെ പരമാധികാരത്തെ അവർ തകർത്തു കളഞ്ഞു. അത് കഴിഞ്ഞ് അവർ പ്രഖ്യാപിക്കുന്നു ഗ്രീൻലാൻഡിൻ്റെ പരമാധികാരത്തെ തകർത്തു കളയുമെന്ന്. ഇനി അടുത്തത് ക്യൂബ എന്ന് പറയുന്നു. എന്നിട്ടും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങൾ തന്നെ വേണ്ട വിധം പ്രതിഷേധം അറിയിച്ചില്ല എന്ന് തന്നെ ഞാൻ പറയും. പലരും യൂറോപ്യൻ ചില രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ, മിക്ക രാഷ്ട്രങ്ങളും ഗ്രീൻലാൻഡിൽ പ്രതീകാത്മകമായി ഭടന്മാരെ പറഞ്ഞയക്കുകയുണ്ടായി. എന്നാൽ ജർമ്മനിയൊക്കെ പിന്നീട് അത് വിഡ്രോ ചെയ്തു, അവരെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അത്രയും അവരുടെ ആ ഡോമിനേഷനെ പേടിക്കുന്നുണ്ട്, സബ്മിസീവായി പോകുന്നുണ്ട്. പലരും അത് വേണ്ട രീതിയിൽ ഉറക്കെ പറയാൻ സന്ദേഹിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സന്ദേഹിക്കേണ്ട, ഇവിടെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു കക്ഷികൾക്കും യുദ്ധം ഒരു വിഷയമാകുന്നേ ഇല്ല എന്നുള്ളതാണ് എന്നെ ഇപ്പോൾ വിഷമിപ്പിക്കുന്ന കാര്യം. 1990-91 കാലഘട്ടത്തിലാണ് ഇറാഖിൽ സദ്ദാം ഹുസൈനെ ആക്രമിക്കുകയും അവിടെ ഒരു പപ്പറ്റ് സർക്കാരിനെ, അദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്യുകയും ഒരു പപ്പറ്റ് സർക്കാരിനെ അമേരിക്ക അവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുന്നത്. ആ സമയത്ത് EMS ജീവിച്ചിരുന്ന കാലഘട്ടം തന്നെയാണ് തോന്നുന്നത്. എന്തായാലും CPM കൃത്യമായി അന്ന് നടപടിയെടുത്തിട്ട് നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇറാഖിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഈ അമേരിക്കയ്ക്ക് അധികാരമില്ല, അവിടുത്തെ ജനതയാണ് അത് തീരുമാനിക്കേണ്ടത് എന്നുള്ള ഒരു നിലപാട് CPM ആ കാലഘട്ടത്തിൽ കൃത്യമായി എടുക്കുകയായിരുന്നു. പക്ഷേ ഇത്രയും വലിയ ഇറാൻ എൻ്റെ കൊള്ളതായ്മകളൊന്നുമല്ല നമ്മളിവിടെ ചർച്ചാ വിഷയം. ഇറാനിൻ്റെ ജനതയാണ് ഇറാൻ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. പിന്നെ ഇറാനും ഇസ്രായേലുമായിട്ടൊരു വിഷയമാണ്, അത് അവർ തീർക്കേണ്ടതുമാണ്. അതിലേക്ക് വേണമെങ്കിൽ ആയുധം സപ്ലൈ ചെയ്തു എങ്കിൽ നമുക്കിത്ര വിഷമമില്ല. പക്ഷെ നേരിട്ട് ഈ അമേരിക്ക അവരുടെ അറ്റാക്ക് നടത്തി, അവരുടെ പരമോന്നത ഇസ്രായേലിനെ കൂട്ടുകൊടുത്തിട്ട് അത് അവിടെ
അണുവായുധങ്ങളൊക്കെ ഉണ്ടായിട്ട് പ്ലാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിന് ഒരു എല്ലാ ആൾക്കാരോടും കൂടിയാലോചിച്ച് അവിടെ ഒരു ഇൻസ്പെക്ഷനോ ഒന്നും തന്നെ നടത്താതെ തന്നെ അമേരിക്ക ചെയ്ത ഒരു ധാർഷ്ട്യം കാണിച്ചതിൻ്റെ ഫലമാണ് നമ്മുടെ വീടുകളിലെ അടുപ്പ് പുകയാതിരിക്കുന്നത്, നമ്മുടെ ഈ യാത്രക്കാർക്ക് ഭക്ഷണം കിട്ടാതെ, ഹോട്ടലിലെ ഭക്ഷണം കിട്ടാതിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വിഷയം ഒരു പാർട്ടിക്കും അതിനെക്കുറിച്ച് ചർച്ച ആ വിഷയം ചർച്ചയാകാത്തത് എന്താ? ഒരു പാർട്ടിക്കും ആ വിഷയം ഒരു വിഷയമേ അല്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതൊരു ചർച്ചയാകാത്തത് എന്താണെന്ന് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം നമുക്ക് ഇനിയൊരു യുദ്ധം ഈ ലോകത്തിന് താങ്ങാൻ സാധിക്കുമോ എന്ന് പോലും അറിയില്ല. യുദ്ധം നമ്മളെ തകർത്ത് തരിപ്പണമാക്കും. നമ്മൾ വീണ്ടും, ഞാൻ ഈ കാലയളവിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് യുദ്ധഭീതിയിൽ ജീവിക്കേണ്ടി വന്നിട്ടില്ല. യുദ്ധമുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ, വളരെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ഒരു സൈറൻ വരുമ്പോൾ ലൈറ്റൊക്കെ അണച്ചിരിക്കാൻ പറയും. യുദ്ധം വരുന്നുണ്ട്, യുദ്ധം നടക്കുന്ന കാരണം കൊണ്ട്. അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള, നമ്മളെ ഈ സൗത്ത് ഇന്ത്യ ഒന്നും ഒട്ടും എഫക്റ്റഡ് ആയിട്ടില്ല. എന്നാലും ചിലപ്പോൾ സൈറൻ വരുമ്പോൾ ലൈറ്റ് അണച്ചിരിക്കുക എന്ന് പറയും. ഇപ്പം ഭക്ഷണം, അരിക്ക് ക്ഷാമം ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു, ഗോതമ്പ് കിട്ടിയിരുന്നു. പക്ഷെ അതൊക്കെ വളരെ ചെറിയ ഓർമ്മകളാണ്, നേരിയ ഓർമ്മകളാണ്. അന്ന് ക്ഷാമകാലം തന്നെ ആയിരുന്നു, എല്ലാ ദിക്കിലും ക്ഷാമം ഉണ്ടായിരുന്ന സംഗതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റേഷൻ വിഹിതം ഗോതമ്പ് ഇത്ര, അതൊക്കെ കുഞ്ഞുങ്ങളെയൊന്നും അത്രയധികം ബാധിച്ചിട്ടില്ല. അതൊരു നേരത്തെ ഓർമ്മകളുമായിരുന്നു. സൗത്ത് ഇന്ത്യ അങ്ങനെ വല്ലാതെ ബാധിക്കപ്പെട്ടിട്ടില്ല ഒരു യുദ്ധം കൊണ്ടും. പക്ഷേ ഇന്ന് ഈ യുദ്ധം, ഈവൻ ഇറാഖ് യുദ്ധമായിട്ട് പോലും, കുവൈറ്റ് യുദ്ധത്തിൽ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഇട്ടെറിഞ്ഞ് ഓടിപ്പോന്നിട്ടുണ്ട്, നമുക്കത് ഒരു വിഷമമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു യുദ്ധം ആണ്, ജോലിയുള്ള ആൾക്കാർ അവിടെ നിന്ന് ജോലി കളഞ്ഞ് ഓടിപ്പോന്നിട്ടുണ്ട്, അവരുടെ ചില സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു പോയിട്ടുണ്ട്, പല ആളുകളും ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ. അതല്ല, അത് ചുരുക്കം ചെയ്ത് ഇത് ഇപ്പോൾ മൊത്തം നമ്മുടെ അടുക്കളകൾ, വീടുകളിലെ ഭക്ഷണത്തെ ബാധിക്കുക. അത് ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ളതിൽ ഇന്ധനം നമ്മുടെ വാതകത്തെ ബാധിച്ചു എന്നുള്ളത് വലിയ. അതൊക്കെ പെട്രോളിന് വില കൂടി യുദ്ധം കാരണം കൊണ്ട് എന്നൊക്കെ കേട്ടു. പക്ഷേ പാചകവാതകത്തെ ഇത്ര കണ്ട് ബാധിച്ചിരുന്നില്ല. പാചകവാതകം അത്രയ്ക്ക് കൺസെപ്ഷൻ ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. എല്ലാവർക്കും വിറകും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു. പിന്നീടാണ് ഈ 5 സെൻറ്റിൽ വീട് വെച്ച് എല്ലാ മരങ്ങളും മുറിച്ച് കളഞ്ഞത്. ഖേദിക്കുകയാണ് നമ്മൾ മലയാളി. ഈ വലിയ വീടുകൾ വെച്ചിട്ട് മരം മുറിച്ച് കളഞ്ഞ് ഉള്ള സ്ഥലങ്ങളൊക്കെ മുറിച്ച് വിറ്റ് ഫ്ലാറ്റ് സംസ്കാരം ഒക്കെ വന്നു. അതിൻ്റെ ഫലമായി ആരും തന്നെ വിറകടുപ്പ് ഉപയോഗിക്കുകയോ അതുകൊണ്ട് അത് ഇപ്പം നമുക്കത് മനസ്സിലാവുകയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വെറുതെ കളഞ്ഞത് ഒത്തിരി വിറകുണ്ട്, കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ പോലും കൂട്ടാക്കാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് ഇപ്പോൾ വിറക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് നമുക്ക് എത്തണം. അപ്പോൾ ഞാൻ മോനോട് ചോദിക്കും, ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇല്ലാണ്ടാവുമോ? നമുക്ക് കത്തിക്കാൻ അടുത്ത് ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ വിറക് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ, അപകടമാവോ എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു അവസ്ഥ നമുക്കും വരുന്നുണ്ട്. എല്ലാവർക്കും സന്ദേഹമാണ്. ഇന്ന് ഞാൻ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ കണ്ടു ഹോട്ടൽസൊക്കെ അടച്ചിട്ടിരിക്കുന്നു. എല്ലാം അടച്ചിട്ടിരിക്കും ഹോട്ടൽസ്. ജനങ്ങളുടെ ഭക്ഷണം ഒക്കെ വഴിയാത്രക്കാരുടെ അല്ലെങ്കിൽ സഞ്ചാരികൾക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വന്നു തുടങ്ങിയിട്ടുണ്ട്. എവിടുന്ന് ഭക്ഷണം കിട്ടും? എല്ലാ ഹോട്ടൽസും അടച്ചിട്ടിടുമ്പോൾ സദ്യകളൊക്കെ ആൾക്കാർ കൊടുക്കലന്നെ നിർത്തി. ഇപ്പം മീൽസ് ആയിട്ട് വെറും ബിരിയാണി, അൽഫാം അങ്ങനത്തെ സംഗതികളൊക്കെ മാത്രമായി. അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമായിരിക്കും. കാരണം ഒരു പിടി എന്താ പറയുക, കൂട്ടങ്ങളൊന്നും വേണ്ടല്ലോ, ഒരു സംഗതി കൊണ്ട് ഒഴിവാക്കാം. അപ്പോൾ ഇത് നമ്മുടെ അവിടത്തേക്ക് ഈ ഒരു അവസ്ഥ നമുക്ക് വരുന്നു. വരും ദിനങ്ങളിൽ യുദ്ധം ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് പോവുകയാണെങ്കിൽ ശരിക്കും നമ്മൾ പെട്ടതാണ്. ആ ഒരു അവസ്ഥയിൽ എന്തുകൊണ്ട് യുദ്ധം ഒരു ചർച്ചാ വിഷയമാകാത്തത്, എന്തുകൊണ്ടാണ് യുദ്ധം ഒരു ചർച്ചാ വിഷയമാകാത്തത് ഈ രാഷ്ട്രീയ കക്ഷികളുടെ ഇടയിൽ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവരുടെ സാമൂഹിക പ്രതിബദ്ധത എത്ര ഉണ്ട് എന്നൊന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ. അവർ ആർക്കും തന്നെ യുദ്ധം വിഷയമല്ല. ഈ വളരെ തരം താഴ്ന്ന കാര്യങ്ങൾ, വല്ലവരുടെ ഈ വലിച്ച വർത്താനങ്ങളൊക്കെയാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കും അത്തരം നിലപാട് കാണുന്നില്ല. മാധ്യമപ്രവർത്തകരും അവർ ചോദിക്കുന്നില്ല എന്താണ് നിങ്ങളുടെ നിലപാട്, എന്താണ് നിങ്ങൾ അമേരിക്ക, ആരും പറയാനും ധൈര്യപ്പെടില്ല. കാരണം എല്ലാവരും ഇങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെടൂ എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇനി എന്തെങ്കിലും വാ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പക്ഷം എന്ന് വ്യാഖ്യാനിക്കപ്പെടും. അതും ചില കമ്മ്യൂണിറ്റിനെ മുറിവേൽപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട്
മൗനം പാലിക്കുകയും ഈ തൊലിപ്പുറത്തെ കാര്യങ്ങൾ ചോദിച്ച്, തൊലിപ്പുറത്തെ കാര്യങ്ങൾ മാധ്യമങ്ങളും ചോദിക്കും, തൊലിപ്പുറത്തെ കാര്യങ്ങൾ രാഷ്ട്രീയ കക്ഷികളും മറുപടി വരുന്നു. പക്ഷേ ഈ തൊലിപ്പുറത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോവില്ല. എപ്പോഴും നമ്മൾ തത്വാധിഷ്ഠിതമായ ഒരു സംഗതി എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം ബഹുദൂരം മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ അധികം ആയുസ്സൊന്നും ഒന്നിനും ഉണ്ടാവില്ല. അത് 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 കളഞ്ഞു കുളിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് നാം ഇവിടെ ഇത്രയധികം ദാർശനികമായി നാം വളരെയധികം മുന്നോട്ട് പോയില്ല. ഈ ടെക്നോളജി ആയിട്ട് ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് വന്നെങ്കിൽ കൂടി ദാർശനികമായ ഒരു പുരോഗതിയും സംഭവിക്കാത്തതിൻ്റെ പേരിൽ തന്നെയാണ് നാം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇങ്ങനൊരു അവസ്ഥ, ഇത്രയും നമുക്ക് കഷ്ടപ്പാടുകൾ നേരിട്ട് നമ്മൾ ബാധിക്കുകയും ചെയ്തിട്ട് പോലും നാം ഇതിനെതിരെ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല. പക്ഷേ ഇന്നലെ ബ്രസീലിയൻ പ്രസിഡന്റ് തുറന്നടിച്ചു, നിങ്ങൾ ഇറാനെ തൊട്ടത് തെറ്റേ പറയുമ്പോൾ അവരത്രയ്ക്ക് വലിയ ആൾക്കാരൊന്നുമല്ല, നിങ്ങളുടെ കോളനിയല്ല ഞങ്ങൾ എന്ന് പറയാൻ ധൈര്യം കാണിച്ചത് എനിക്കൊരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ മറ്റ് രാഷ്ട്രങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ അമേരിക്കൻ ജനത 90 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ, അമേരിക്കൻ ജനത അവിടുത്തെ പ്രസിഡന്റിനെതിരെ നമുക്ക് വേണ്ടി ആ ജനത പുറത്തിറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ധാർമ്മികതയും അവരുടെ പ്രതിബദ്ധതയോ കണ്ടുപഠിക്കണം നമ്മൾ. അവർ പുറത്തിറങ്ങി ഞങ്ങൾക്ക് രാജാവിനെ വേണ്ട, ഞങ്ങൾ ജനപ്രതിനിധിയാണ് തിരഞ്ഞെടുത്തത്, ഞങ്ങൾ രാജാവിനെ അല്ല, അധികാരം ജനങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഈ അന്യായമായ യുദ്ധം നിർത്തുക, ഇവിടെ അവസാനിപ്പിക്കുക. ഈ ജനങ്ങളുടെ സമ്മതം ഞങ്ങൾ ആർക്കും സമ്മതം തന്നിട്ടില്ല, ഞങ്ങളുടെ ടാക്സ് എടുത്തിട്ട് ഉള്ള കാശുകൊണ്ട് നാട്ടുകാരെ മെക്കട്ടിക്ക് കയറാൻ ഞങ്ങൾ ആരും സമ്മതം തന്നിട്ടില്ല എന്ന് ഒരു ജനത പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു അവരുടെ പ്രസിഡന്റിനെ. അത്ര പോലും മറ്റൊരു രാഷ്ട്രത്തിലെ തലവന്മാരും ജനങ്ങളും ഒരു ഇലക്ഷനായിട്ട് പോലും അത് പറഞ്ഞില്ല. പിന്നെ എന്ത് പ്രതിബദ്ധതയാണ് ഈ രാഷ്ട്രീയ കക്ഷികൾക്കുള്ളത്? എന്താണ് ഇവർ പറയുന്നത്? യുദ്ധത്തിനെതിരെ സ്കമാന്ന്, യുദ്ധം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഒരു പ്ലക്കാർഡും വെച്ച് 10 ആൾക്കാരെയും കൂടി ഇറക്കായിരുന്നില്ലേ? നമുക്ക് വേണ്ട സമാധാനമാണ് എന്ന് പറഞ്ഞിട്ട്. ഇത്രയും നമ്മുടെ പെട്രോളിന് ഇത്ര വില വർധനവ് വന്നു, ഇത്രയും വാതകങ്ങൾ നമുക്ക് കിട്ടാതെ പോകുന്നു, ഹോട്ടൽസൊക്കെ ഇങ്ങനെ അടച്ചും, അത് വളരെ വലിയ സ്കെയിലിൽ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഹോട്ടൽസ് ഹാവ് ബീൻ ക്ലോസ്ഡ്, മലപ്പുറത്തും എറണാകുളത്തും ഒക്കെ ആയിട്ട്. അപ്പോൾ അത്രയും ഹോട്ടൽസൊക്കെ അടച്ചിടുമ്പോൾ അതെങ്ങനെയാണ് വിഷയമാവാതിരിക്കുന്നത്? അതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? നമ്മുടെ ലഭ്യതയൊക്കെ അതിനെക്കുറിച്ചായിരിക്കണ്ടേ ചർച്ച. എന്തുകൊണ്ട് ഈ കക്ഷികളൊന്നും അത് ചർച്ച ചെയ്തില്ല? ഒരു പ്ലക്കാർഡ് പോലും ഉപയോഗിച്ചിട്ട് ഇതിനെതിരെ പ്രതിഷേധ സൂചകമായി ഒന്നും നടത്തുന്നില്ല എന്നുള്ളത് എനിക്ക് വലിയ വേദന ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ തുടർച്ചയായിട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഡൊണാൾഡ് ട്രംപിനെ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായിട്ട് എൻ്റെ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഡൊണാൾഡ് ട്രംപിൻ്റെ ജനാധിപത്യ വിരുദ്ധത അവസാനിപ്പിക്കണം, അദ്ദേഹം തുലയട്ടെ എന്ന് ഞാൻ പറയുന്നു.